വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഏകീകൃത നികുതി കൊണ്ടുവരുന്ന GST ബിൽ ലോക്സഭ പാസാക്കി. 4 ബില്ലുകളും ശബ്ദ വോട്ടെടുപ്പോടെയാണ് പാസാക്കിയത്. ബില്ലിന്റെ രൂപത്തോട് കോൺഗ്രസ് ആദ്യം വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും എതിർത്ത് വോട്ട് ചെയ്തില്ല. പാസായ ബില്ലുകൾ ഇനി രാജ്യസഭയിലെത്തും. AK ശശീന്ദ്രനെതിരായ ഫോൺ വിളി ആരോപണം റിട്ടയർഡ് ജഡ്ജി PS ആന്റണി കമ്മീഷൻ അന്വേഷിക്കും. ഫോൺ സംഭാഷണത്തിലെ ഗൂഢാലോചന, നിയമലംഘനം, ദുരുപയോഗം, കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നിവ സമഗ്രമായി കമ്മീഷൻ പരിശോധിക്കും. 3 മാസങ്ങൾക്കകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. പ്രവർത്തനം തുടങ്ങി 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ PS ആന്റണി. നടപടിക്രമങ്ങളുടെ ഭാഗമായി AK ശശീന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട സാക്ഷികളെ വിളിച്ചു വരുത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. അന്വേഷണത്തിന് സൈബർ വിദഗ്ധരുടെ സഹായവും തേടുമെന്നും PS ആന്റണി അറിയിച്ചു. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉതുപ്പ് വർഗീസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് CBI ചെയ്തത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് രേഖകളിൽ കൃത്രിമം കാട്ടുകയും 300 കോടിയിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഹവാലയായി വിദേശത്തേക്ക് കടത്തിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാളെ പിടികൂടാൻ CBI ഇന്റർപോളിന്റെ സഹായവും തേടിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. SM വിജയാനന്ദ് ഈ മാസം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നളിനി നെറ്റോയുടെ നിയമനം. സുബ്രത ബിശ്വാസാണ് പുതിയ ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറി. നിലവിൽ PWD അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. പ്ലാനിംഗ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകും. സത്യജിത് രാജൻ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കും. ഷീല തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ആശ തോമസ് ആയിരിക്കും പുതിയ PWD സെക്രട്ടറി. ടൂറിസം ഡയറക്ടറായി P ബാലകിരണനെ നിയമിച്ചു. ഹരിതാവി കുമാറാണ് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി. പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും സത്യജിത് രാജൻ പ്രവർത്തിക്കും. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കനകമല കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. കനകമലയിൽ IS അനുകൂലികൾ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ 8 പ്രതികൾക്കെതിരെ UAPA ചുമത്തി. 6 പേർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതി മുഹമ്മദ് ഫയാസിനെ മാപ്പുസാക്ഷിയാക്കി. ജീൻസും ടീഷർട്ടും ധരിച്ചവർക്ക് കോടതിയിൽ വിലക്ക്. ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ജീൻസ് മാന്യമായ വസ്ത്രമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. ജീൻസ് ധരിച്ചെത്തിയ വനിതാ മാധ്യമപ്രവർത്തകരെയാണ് കോടതി വിലക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകർ കോടതിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ പൂട്ടുന്നതിൽ വ്യക്തത തേടി സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ നാളെയും വാദം തുടരും. തുറന്ന മനസ്സോടെയാണ് വിഷയത്തെ സമീപിക്കുക. സമ്പൂർണ്ണ നിരോധനമല്ല, നിശ്ചിത പരിധിക്കുള്ളിലെ നിയന്ത്രണമാണ് ഉദ്ദേശിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും അഭിപ്രായം കേട്ട് മാത്രമേ അന്തിമ തീരുമാനമെടുക്കാവൂ എന്ന് സംസ്ഥാന സർക്കാരുകളും ബാറുടമകളും കോടതിയോട് ആവശ്യപ്പെട്ടു. സ്ഥലപരിമിതിയുള്ള കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ബിവറേജസ് കോർപ്പറേഷൻ അറിയിച്ചു. രാജ്യത്ത് BS3 ശ്രേണി വാഹനങ്ങൾ വിൽക്കുന്നത് സുപ്രീംകോടതി നിരോധിച്ചു. ഏപ്രിൽ 1 മുതൽ നിരോധനം നടപ്പിൽ വരും. ഭാരത് സ്റ്റേറ്റ് 4 മുതലുള്ള വാഹനങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂവെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം അവസാനിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സരം വേണ്ടെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദുബായിൽ മത്സരം നടത്താൻ അനുവദിക്കണമെന്ന BCCI ആവശ്യം ആഭ്യന്തര മന്ത്രാലയം തള്ളി. തുടർച്ചയായി ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെയും ഇന്ത്യ-പാക് നയതന്ത്ര ബന്ധം വഷളായതിന്റെയും പശ്ചാത്തലത്തിലാണ് ക്രിക്കറ്റ് മത്സരം വേണ്ടെന്ന് വയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നിർത്തിവെച്ച ഇന്ത്യ-പാക് പരമ്പര പുനരാരംഭിക്കാൻ പലതവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല. വാർത്തകൾ തുടരുന്നു. മൂന്നാറിലെ ഭൂപ്രശ്നം ഇപ്പോൾ വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. ചില മാധ്യമപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ചേർന്ന പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും ജയചന്ദ്രൻ തൊടുപുഴയിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മുഴുവൻ സമയവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് മഞ്ചേരിയിലും LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലുമാണ് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലും വോട്ടർമാരെ കണ്ടു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. പെൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായതായി റിപ്പോർട്ട്.
സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പെൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായതായി റിപ്പോർട്ട് നൽകിയത്. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ. പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും നാട്ടുകാരും പ്രധാന കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ മുഹമ്മദ് റിയാസ് വധക്കേസിലെ 3 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കി. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അൽഫ മാമിയയുടെ മുമ്പാകെയാണ് പോലീസിന്റെ ആവശ്യപ്രകാരം സാക്ഷികളെ പങ്കെടുപ്പിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. റിയാസ് കൊല്ലപ്പെട്ട സമയത്ത് സമീപത്തെ മുറിയിൽ താമസക്കാരനായിരുന്ന ഖത്തീബ് അബ്ദുൾ അസീസ് സ്റ്റാംബി, സമീപത്തെ താമസക്കാരനായ അബ്ദുൾ ഹമീദ് എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിൽ ഹാജരായത്. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. ഈ മാസം 20-നാണ് റിയാസ് താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ടത്. കൊച്ചിയിൽ സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. മലമ്പുഴയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ശുദ്ധജല കിയോസ്കുകൾ സ്ഥാപിച്ചു. വരൾച്ച ദുരിതാശ്വാസ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച കിയോസ്കുകളുടെ ഉദ്ഘാടനം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ നിർവഹിച്ചു. വേനലിൽ പ്രകൃതിക്കുണ്ടാകുന്ന പലതരം പരിണാമങ്ങൾ നാം കാണാറുണ്ട്. വരൾച്ചയുടെ കാഠിന്യം കൂടുമ്പോൾ ആ മാറ്റങ്ങളും അസാധാരണമാകാം. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരം അമ്പൂരിയിലേത്. പുഴ കിണറിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുകയാണ് ഇന്ന് ഈ ഗ്രാമം. പത്തനംതിട്ട KSRTC ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. തിരുവനന്തപുരത്ത് നിന്നുള്ള KSRTCയുടെ ഓപ്പറേഷൻസ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര സുവർണ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മലയാളികളുടെ പ്രിയതാരം ജഗതി ശ്രീകുമാറിനെ കൈരളി TV ആദരിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയാണ് ഹാസ്യ സമ്രാട്ടിനെ കൈരളി TV ആദരിക്കുന്നത്. ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിക്കും. ദൈവവചനം പറയുന്ന പാസ്റ്ററും ഒരു വിശ്വാസിയും തമ്മിലുള്ള ഫോൺ വിളി ഒടുവിൽ തർക്കത്തിലും തെറിവിളിയിലും കലാശിക്കുന്ന ഓഡിയോ വൈറലായിരിക്കുന്നു. 10 മിനിറ്റോളം നീണ്ട ഫോൺ സംഭാഷണത്തിൽ പാസ്റ്റർ അസഭ്യവർഷം ചൊരിയുകയാണ്.